ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കളക്ടറേറ്റിൽ എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകർ അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടറായ സജികുമാറുമായി സംസാരിക്കാൻ തയ്യാറെടുക്കുന്നു. സജികുമാറിനെ കണ്ട ആ സാഹചര്യത്തിൽ അവർ ചോദ്യങ്ങളുമായി സജികുമാറിനെ സമീപിക്കുന്ന നേരത്ത് അവിടെയുണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് സജികുമാറിനോട് ചോദിച്ചു, സർ, ഇപ്പോ ഇങ്ങനെ ഒരു ബ്രീഫ് നൽകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സജികുമാർ പറഞ്ഞു, എനിക്ക് എന്റേതായ ഭാഗം ക്ലിയർ ചെയ്തേ പറ്റൂ, വെറുതെ എന്തിന് ഞാൻ ഇങ്ങനൊരു കുറ്റം ഏൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വേഗം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലേക്ക് വന്നു. ഇവിടെ ഏണിംഗ് മെമ്പർ എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൽ ശരിക്കും ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായതിൽ ഞാൻ ഒരിക്കലും ഉത്തരവാദിയല്ല. നിങ്ങൾ പറയുന്നത് പോലെ ഈ ഏണിംഗ് മെമ്പർ പ്രോജക്റ്റിന്റെ ചെയർമാൻ ഞാനല്ല, എക്സിക്യൂട്ടീവ് മെമ്പർ ഞാനല്ല എന്ന് സജികുമാർ പറയുന്നു. അപ്പോഴാണ് അനുപല്ലവിയുടെ ഫോണിലേക്ക് കളക്ടറേറ്റിലെ മറ്റൊരു സ്റ്റാഫ് വേഗം ഫോൺ ചെയ്യുന്നു. കോൾ എടുത്ത അനുപല്ലവിയോട് ആ സ്റ്റാഫ് ചോദിച്ചു, അനു, നീ ഇപ്പൊ ശാലിനി മേഡത്തെ കാണാനല്ലേ പോയത് എന്ന് ചോദിച്ചപ്പോ അനുപല്ലവി പറഞ്ഞു, അതെ, എന്നാ ശാലിനി മേഡത്തോട് പറയണേ ഇപ്പൊ പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന്. എന്താ പറ്റിയത് എന്ന് അനു അന്വേഷിച്ചതും, കാര്യം പറഞ്ഞോളൂ, ഞാനിപ്പോ മേഡത്തിന്റെ കൂടെ ഉണ്ട്, കളക്ടറേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ സ്റ്റാഫ് കാര്യങ്ങൾ വിശദമായി അനുപല്ലവിയോട് പറഞ്ഞു. എല്ലാം കേട്ട അനു ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശാലിനി ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോഴാണ് കോള് കട്ടായതിനു ശേഷം അനു ശാലിനിയോട് പറഞ്ഞു, മേഡം, ഇപ്പോ നമ്മൾ കളക്ടറേറ്റിലേക്ക് പോകാതിരിക്കുന്ന നല്ലത്, മേഡം ആ ന്യൂസ് ഒന്ന് ഓൺ ചെയ്തേ. അത് കേട്ടതും ശാലിനി വേഗം മൊബൈൽ ഫോൺ എടുത്ത് ന്യൂസ് ഓൺ ചെയ്യുമ്പോൾ അതിൽ സജികുമാർ നൽകുന്ന ആ ബ്രീഫ് കൃത്യമായി അതിൽ കാണുന്നു. അത് കേട്ട ആ നിമിഷം ശാലിനി ആകെ ഞെട്ടി. ഈ ഒരു പ്രശ്നത്തിന് പിന്നിൽ ശരിക്കും ഏണിംഗ് മെമ്പർ എന്നുള്ള ഈ പ്രോജക്റ്റിന് ഇതുപോലെ കരിഞ്ചന്ത പട്ടികയിൽപ്പെട്ടിട്ടുള്ള ഈ കമ്പനിക്ക് അനുമതി നൽകിയതിന്റെ എല്ലാ ഉത്തരവാദിത്വവും കളക്ടറായ ശാലിനി വിഷ്ണുവിന് തന്നെയാണെന്ന് ഡെപ്യൂട്ടി കളക്ടറായ സജികുമാർ അറിയിച്ചു. അത് കേട്ട ആ നിമിഷം മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, സാറല്ലേ ഇതിന്റെ ചെയർമാൻ ആയിരുന്നത്, പിന്നെ എങ്ങനെയാണ് കളക്ടർ മേഡത്തിന് അങ്ങനെ ഒരു ആ ഒരു സ്ഥാനം നൽകാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശശികുമാർ പറഞ്ഞു, ഞാനായിരുന്നു ആദ്യം ചെയർമാൻ, പക്ഷേ പിന്നീട് മേഡം തന്നെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റുകയും മേഡം തന്നെ ഇതിന്റെ ചെയർമാനായി ചുമതലയേൽക്കുകയും ഈ കമ്പനിക്ക് വേണ്ട അതിനു വേണ്ടിയുള്ള അനുമതി നൽകുകയും ചെയ്തത് മേഡം തന്നെയാണ് എന്ന് പറഞ്ഞ് ശാലിനിയെ കുറ്റവാളിയാക്കുന്ന രീതിയിൽ ശശികുമാർ മറുപടി നൽകുമ്പോൾ അത് കേട്ട മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, അപ്പോ ഇതിന് പിന്നിൽ ശാലിനി മേഡമാണ് കുറ്റവാളിയെന്നാണോ സാർ പറയുന്നത് എന്ന് ചോദിച്ചതും, അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അത് പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരുമാണ് അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞ് ശശികുമാർ അവിടെ നിന്ന് പോകുന്നു. ആ കാഴ്ച കണ്ട ശാലിനി ആകെ ടെൻഷൻ നിൽക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ പറയുന്നത്, ഈ കരിഞ്ചന്ത പട്ടികയിൽപ്പെട്ട ഈ ഒരു കമ്പനിയെ ഇതുപോലെയുള്ള ഏണിംഗ് മെമ്പർ എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ പിന്നിൽ ഒരു വൻ കോഴ തന്നെയാണെന്നും അമിത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അമിത് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഈ കമ്പനിക്ക് ഇതിന് അനുമതി നൽകിയത് ശാലിനി എന്ന് പറയുന്ന ജില്ലാ കളക്ടർ തന്നെയാണെന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളും അതിനുള്ള മറുപടിയുമാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകർ സംസാരിച്ചു. അത് കേട്ട് ശാലിനി ആകെ ടെൻഷനിലിരിക്കുന്നത് കണ്ട് അനുപല്ലവി പറഞ്ഞു, മേഡം, നമുക്ക് കളക്ടറേറ്റിലേക്ക് പോകണ്ട മേഡം, തിരിച്ചു പോയാലോ എന്ന് ചോദിച്ചതും ഉടനെ ശാലിനി രാമകൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, രാമേട്ടാ, നമുക്ക് വണ്ടി തിരിക്കാം എന്ന് പറഞ്ഞതും ശരി മോളെ എന്ന് പറഞ്ഞ് രാമേട്ടൻ വണ്ടി തിരിക്കാനായി നിർത്തിയ നിമിഷം ശാലിനി പറഞ്ഞു, നമുക്ക് നേരെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, ചൈന കോളനിയിലെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഹോസ്പിറ്റലിലേക്ക് എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതും അനുപല്ലയും രാമേട്ടനും വല്ലാത്ത ടെൻഷനിലായി. അപ്പോഴേക്കും രാമേട്ടൻ ചോദിച്ചു, മോളെ, അത് വേണോ എന്ന് ചോദിച്ചതും ശാലിനി ആകെ ടെൻഷനോടെ ആ ചോദ്യത്തിന് മറുപടി നൽകുന്ന ശാലിനിയുടെ വാക്കുകൾ, രാമേട്ട, ഇത് കളക്ടറുടെ ഓർഡർ ആണെന്ന് മാത്രം ശാലിനി നിർബന്ധപൂർവ്വം അറിയിച്ചു. അത് കേട്ടതോടെ രാമേട്ടൻ കാറുമെടുത്ത് അവിടേക്ക് പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. ശാലിനിയുടെ മനസ്സിൽ ആ നിമിഷം ചൈന കോളനിയിലെ സ്നേഹനിധികളായിട്ടുള്ള ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആ ടിവിയിൽ കണ്ട അത്രയും രംഗങ്ങള് ശാലിനിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. പിന്നീട് ശാലിനി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ശാലിനിയെ കാണുവാനായി എത്തിയ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ ശാലിനി ആകെ ടെൻഷനോടെ പോകുമ്പോൾ അവർ ചോദിച്ചു, മേഡം, ഈ ഏണി മെമ്പർ എന്നുള്ള ഈ പ്രോജക്റ്റിലെ ഇതുപോലെ കരിഞ്ചന്ത പട്ടികയിൽപ്പെട്ട
ഒരു കമ്പനിയെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം മേഡം എടുത്തെന്ന് അറിയാൻ കഴിഞ്ഞു. അതിന് പിന്നിൽ മേഡത്തിന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഉന്നത തലത്തിലിരിക്കുന്ന മേഡത്തിന് എന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോ ശാലിനി വേഗം അനുവിനെ വിളിക്കുന്നു. അനു എന്ന് വിളിച്ചതും അനു അവരോട് തൽക്കാലം പത്രപ്രവർത്തകരോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി വേഗം കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന സരോജ മെമ്പർ പുറത്തേക്ക് ഇറങ്ങി വന്നു. മെമ്പറെ കണ്ടതോടെ മാധ്യമപ്രവർത്തകർ നേരെ ആ സരോജ മെമ്പറുടെ അരികിലേക്ക് ചെന്നു. എന്താണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ, ചൈന കോളനിയിലെ പിഞ്ചുകുട്ടികൾക്കുണ്ടായ ഈ ദാരുണാവസ്ഥയിൽ മേഡത്തിന് പറയാനുള്ളത് എന്താണ്? മെമ്പർക്ക് എന്താണ് ഇതിലുള്ള അഭിപ്രായം? മേഡത്തിന്റെ സംശയവും കണ്ടെത്തലുകളും എന്താണ് എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് സരോജം പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ശാലിനി മേഡത്തോടാണ് എന്ന് സരോജം പറയുമ്പോൾ ശാലിനി കാറിൽ കയറാതെ സരോജം മെമ്പറെ നോക്കി നിന്നു. അപ്പോഴാണ് അനുപലവി പറഞ്ഞത്, മേഡം നമുക്ക് പോകാം, മേഡം കാറിൽ കയറ്. ഇവരൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളാണ്. അവരെങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല. അവരുടെ ഇപ്പോഴത്തെ ആശങ്കയിൽ അവരുടെ മനസ്സിലുണ്ടായ സംശയത്തിന്റെ പേരിൽ എങ്ങനെയും പ്രതികരിച്ചേക്കും. പക്ഷെ അത് മേഡത്തിനാണ് പിന്നീട് നാണക്കേടാവുന്നതെന്ന് അനുപല്ലവി ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറഞ്ഞു, അനു നിൽക്ക് എന്ന് പറഞ്ഞ് ശാലിനി മറുപടി ഒന്നും പറയാറ് അങ്ങനെ അനുപല്ലവിയുടെ ചോദ്യങ്ങൾക്ക്, അനുപല്ലവിയുടെ ആശങ്കകൾക്ക് തൽക്കാലം പോകുന്നില്ല എന്ന മറുപടി നൽകി ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ സരോജ മെമ്പർ നേരെ ശാലിനിയുടെ അരികിലേക്ക് ചെന്നു. ശാലിനി മെമ്പർ എങ്ങനെ പ്രതികരിച്ചാലും അത് സ്വീകരിക്കാൻ തയ്യാറായി തന്നെ ആകെ വിഷമത്തോടെ സരോജ മെമ്പറെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ നേരെ ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് സരോജ മെമ്പർ ആ രണ്ട് കൈകളും തന്റെ കൈകൾക്കുള്ളിലായി ചേർത്ത് പിടിച്ച് സരോജം ശാലിനിയോട് പറഞ്ഞു, ദൈവം തമ്പുരാൻ ചതിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരിക്കലും അതിൽ സംശയം തോന്നില്ല. പക്ഷേ ശാലിനി മേഡം ഒരിക്കലും അങ്ങനെ ഒരു ചതി ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് സരോജം പറയുമ്പോൾ ശാലിനി മെമ്പറെ എന്ന് വിളിച്ചു. അപ്പോഴേക്കും സരോജം പറഞ്ഞു, ഞങ്ങളെ പോലെയുള്ള നിർധനരായ കുട്ടികളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനെത്തിയ ഒരു അവതാരമാണ് ശാലിനി മേഡം. അതുകൊണ്ട് തന്നെ മേഡത്തോട് ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മേഡം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ പ്രവൃത്തി ചെയ്ത ആളുകളെ മേഡം കണ്ടെത്തണം. മേഡത്തോട് ആ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അവരെ കണ്ടെത്താനോ അവരെ ശിക്ഷിക്കാനോ ഉള്ള അധികാരമോ അവകാശമോ ഇല്ല. എന്നാൽ മേഡത്തിന്റെ കഴിവ് വെച്ച് മേഡം അവരെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് ശാലിനിയോട് ആവശ്യപ്പെടുമ്പോൾ ശാലിനി സരോജ മെമ്പറുടെ കൈകൾ മാറ്റിയിട്ട് ശാലിനി പറഞ്ഞു, തീർച്ചയായും ഈ ചതി ചെയ്തവരെ ആരാണെങ്കിലും അവരെ തീർച്ചയായും കണ്ടെത്തുക തന്നെ ചെയ്തിരിക്കും. ഈ ശാലിനിക്ക് ജീവനുണ്ടെങ്കിൽ അവരതിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുമെന്ന് ശാലിനി സരോജത്തിന് ഉറപ്പ് നൽകുന്നു. പിന്നീട് കളക്ടറേറ്റിന് മുന്നിൽ വീണ്ടും പത്രപ്രവർത്തകർ ശാലിനിയുടെ വരവ് പ്രതീക്ഷിച്ച് ഈ നടന്ന സംഭവത്തെ കുറിച്ച് ശാലിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ റിപ്പോർട്ടും ആ നിമിഷം തന്നെ ലൈവായി പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ശാലിനിയുടെ കാറ് അവിടേക്ക് വന്നെത്തുന്നത്. കൃത്യസമയത്ത് ശാലിനി വന്നത് കണ്ട് അവർ വേഗം ശാലിനിക്ക് അരികിലേക്ക് എത്തി. എന്തായാലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കളക്ടറായ ശാലിനി വിഷ്ണു IAS ഇപ്പോഴത്തെ നിലപാട് എന്താണെന്നും എന്താണ് അവർ പറയാൻ പോകുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. പാവം കുഞ്ഞുങ്ങളെ ഗിനിപ്പന്നികളെ പോലെ ഇങ്ങനൊരു അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങളെ ഇതുപോലൊരു പരീക്ഷണത്തിന് വിട്ടുകൊടുത്ത വലിയൊരു കോഴ തന്നെ വാങ്ങിയ ഇവിടുത്തെ ജില്ലാ കളക്ടറുടെ വാക്കുകളിലേക്ക് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയുടെ കാറിന് മുന്നിൽ വന്നു നിന്ന് കോഴയിൽ കൂടുതൽ പണം കൊയ്യാനായി ഇത്രയും വലിയൊരു അഴിമതി കാട്ടിയ നമ്മുടെ നാട്ടുകാരുടെ എല്ലാം കണ്ണിൽ പൊടിയിട്ട് സഹാനുഭൂതിയും കരുണയും ഏറെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥ എന്ന് പേരെടുത്തിട്ടും ഇങ്ങനെ ഒരു ചതി കാട്ടിയ അവരുടെ നാവിൽ നിന്ന് യഥാർത്ഥ സത്യം നമുക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞ് ശാലിനി കാറിൽ നിന്ന് ഇറങ്ങാനായി കാത്തു നിന്നു. വേഗം രാമേട്ടൻ കാറിൽ നിന്നിറങ്ങി അവിടെ നിന്ന് റിപ്പോർട്ടർമാരോട് പറഞ്ഞു, ഒന്ന് മാറിക്കേ, മേഡം ഒന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വേഗം അരികിലേക്ക് ഓടിയെത്തി അവരെ മാറ്റി നിർത്താനായി രാമേട്ടനും അനുപലയും ശ്രമിച്ചു. അപ്പോഴേക്കും ശാലിനി അവർക്ക് മുഖം കൊടുക്കാതെ വേഗം ഇറങ്ങി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പിന്നാലെ എത്തിയ ആ റിപ്പോർട്ടർ, മേഡം ഒരു മിനിറ്റ് മേഡം, ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുക എന്ന് പറഞ്ഞ് അരികിലേക്ക് എത്തുമ്പോഴേക്കും ശാലിനി ചോദിച്ചു, കുട്ടിയുടെ പേരെന്താണ്? റോഷ്നി എന്ന മറുപടി നൽകിയ റിപ്പോർട്ടറോട് ശാലിനി പറഞ്ഞു, അല്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് ഞാൻ പഠിച്ച IAS-ൽ ഒരിടത്തും ഞാൻ അങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു നിർബന്ധത്തിന് കാരണം? പിന്നെ ഒരു കാര്യം എനിക്കറിയാനുള്ളത്, നിങ്ങൾ ഏത്
ആര് പറഞ്ഞയച്ചതാണെങ്കിലും ആരുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനത്തെ ജോലി ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എന്റെ നാവിൽ നിന്ന് വരുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ദാ ഇന്ന് കൊള്ളാവുന്ന നല്ലൊരു ഡിഗ്രിയും പിന്നെ എന്തും വിളിച്ചു പറയാനുള്ള വാക്ചാതുര്യവും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഏത് ടാഗും കഴുത്തിലിടാമെന്ന് പറഞ്ഞ് കഴുത്തിൽ കിടക്കുന്ന ആ റിപ്പോർട്ടറുടെ കഴുത്തിൽ കിടക്കുന്ന ആ ടാഗ് കാണിച്ചിട്ട് ശാലിനി പറഞ്ഞു, എന്നാലേ ഞാൻ നേടിയെടുത്ത ഈ IAS എന്ന് പറയുന്ന ഈ 3 അക്ഷരം എന്റെ വർഷങ്ങളോളമുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ചായക്കടക്കാരി ശാരദാമ്മയുടെ അണയാത്ത സ്വപ്നം, ചായക്കടക്കാരി ശാരദാമ്മയുടെ ആ സ്വപ്നം കൊരുത്തെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ശാലിനി ഇവിടെ നിൽക്കുന്നത്. ആ അമ്മയുടെ സ്വപ്നങ്ങളിൽ ഒരിക്കലും പിഞ്ചു കുഞ്ഞുങ്ങളെയോ ജനങ്ങളെയോ ബുദ്ധിമുട്ടിക്കുകയോ അവരെ ചതിക്കുകയോ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങളും അമ്മയുടെ സ്വപ്നങ്ങളും അതാണ് ഞാൻ നടപ്പിലാക്കാൻ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരിക്കലും ഒരു പ്രവൃത്തിയും ഇത്തരത്തിൽ ചെയ്തിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് എല്ലാവരും വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ ഏറെ നല്ലത് ഈ IAS എന്ന അല്ലെങ്കിൽ ഈ കളക്ടർ പദവി ഞാൻ അങ്ങ് വേണ്ടെന്ന് വെച്ച് എൻ്റെ അമ്മയ്ക്കൊപ്പം ചായക്കടയിൽ പോയി ചായ അടിക്കുന്നതായിരിക്കും എന്ന് ശാലിനി അറിയിച്ചു. അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും റിപ്പോർട്ടർമാർ പിന്നാലെ എത്തി തുടങ്ങുന്നത് കണ്ട് ശാലിനി പറഞ്ഞു, പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളത്, ഞാനിവിടെ കളക്ടറുടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഒരു ഉദ്യോഗസ്ഥർ ചേർന്നുള്ള ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഇവിടെ നടക്കാൻ പോവുകയാണ്. ഫയലിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രശ്നത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയൂ. അതുകൊണ്ട് ഒരാള് പോലും അകത്തേക്ക് വലിഞ്ഞു കയറി വന്നു പോകരുത്. ഇനി അഥവാ ആരെങ്കിലും ഈ നിർദ്ദേശം തെറ്റിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ ശ്രമിച്ചാൽ അനധികൃതമായി നിങ്ങൾ കടന്നു കയറിയതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ ഞാൻ എടുക്കും എന്ന് ജില്ലാ മജിസ്ട്രേറ്റ് പറയുന്നത് എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകുമ്പോൾ ആ റിപ്പോർട്ടർ തന്റെ അരികിൽ നിന്ന് ക്യാമറമാനോട് പറഞ്ഞു, അതെ എന്തൊരു അഹങ്കാരമാ, ഇതിനൊരു പണി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടർ വേഗം തന്നെ ചാനലിലൂടെ മറ്റൊരു ബ്രീഫ് നൽകുന്നു. റിപ്പോർട്ടർമാരെ എല്ലാവരെയും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ ഒന്നാകെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾ മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും മോശക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ കളക്ടർ ജോലിയേക്കാൾ നല്ലത് ചായക്കടയിൽ പോയി ചായ അടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് കളക്ടർ ഇപ്പൊ ഇവിടെ നിന്ന് പോയതെന്നും അവരുടെ ധാർഷ്ട്യത്തോടുള്ള മറുപടിക്കാണ് നമ്മൾ ഇപ്പോൾ സാക്ഷികളാകേണ്ടി വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശാലിനിക്കെതിരെ ഒരു മോശമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റൊരു റിപ്പോർട്ട് ചാനലിലൂടെ വിടുന്നു. ഈ സമയത്ത് ശാലിനി അകത്തേക്ക് കയറി വരുമ്പോൾ സജിയുടെ അരികിൽ നിന്ന് അവിടുത്തെ മറ്റൊരു ഉദ്യോഗസ്ഥ സജീവ് കുമാറിനോട് ചോദിച്ചു, സാർ എന്നാലും ഇത് വലിയൊരു ചതിയായി പോയി എന്ന് പറഞ്ഞതും സജീവ് കുമാർ ചോദിച്ചു, എന്ത് ചതി? ഞാൻ എന്താ ആ 36 കുട്ടികളുടെ ഈ ഒരവസ്ഥ ഞാൻ സ്വയം ഏറ്റെടുക്കണമായിരുന്നോ? തെറ്റ് ചെയ്യാതെ ഞാൻ എന്തിനത് ഏൽക്കണം എന്ന് സജീവ് കുമാർ ചോദിക്കുമ്പോൾ ശാലിനി അവിടേക്ക് എത്തി. ഉടനെ തന്നെ സജികുമാറിന്റെ ചോദ്യം കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ശാലിനി സജി എന്ന് വിളിച്ചതും ഞെട്ടലോടെ സജി നോക്കി. ശാലിനി അരികിലേക്ക് എന്നതും സജി എന്റെ മുഖത്തേക്ക് നോക്കണമെന്ന് പറഞ്ഞിട്ട് സജി താഴേക്ക് തന്നെ നോക്കിയെന്നും ഒരു മനുഷ്യനെ പോലെ നിൽക്ക് എന്ന് പറഞ്ഞതും പെട്ടെന്ന് സജി ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി. അല്ല, നിങ്ങളെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റി എന്നത് ശരി തന്നെയാണ്. ഏണിംഗ് മെമ്പർ പ്രോജക്റ്റിന്റെ ആ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ നീക്കം ചെയ്തു. പകരം ഞാൻ തന്നെ ആ ചുമതല ഏറ്റെടുത്തു. അതെന്ത് കാരണത്താൽ? അന്ന് ആ ഫയലിൽ നിങ്ങൾ സൈൻ ചെയ്യാതിരുന്നപ്പോഴല്ലേ ഞാൻ ആ ഫയൽ സൈൻ ചെയ്യാനായിട്ടും അതിന്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാനുമായി നിങ്ങളെ വിളിപ്പിച്ചത്. എന്നാൽ ഇത്തരം ഒരു പ്രശ്നം അതിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് റിപ്പോർട്ട് ചെയ്തില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ശാലിനി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് എന്നെ പറയാൻ തയ്യാറായില്ല എന്ന് ചോദിച്ച് സജിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് സജി പറഞ്ഞു, മേഡം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് തന്നെയാണ് അന്നും ചെയ്തിരുന്നത്. എന്നോട് ഒരു വാക്ക് പോലും പറയാൻ മേഡം അന്ന് അതിനെന്നെ അനുവദിച്ചിരുന്നില്ല. അന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം മേഡത്തോട് പറയാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം അന്ന് മേഡം ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് നടന്ന ആ സംഭവത്തിൽ സത്യത്തിൽ എന്തുകൊണ്ട് ഞാൻ അതിൽ ഒപ്പിട്ടില്ല എന്നുള്ള കാര്യം മേഡം എന്റെ നാവിൽ നിന്ന് കേൾക്കാൻ പോലോ ഞാനൊന്ന് പറയാൻ പോലും മേഡം അന്ന് അനുവദിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശാലിനി അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചു. സജിയുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം ആ ഫയൽ വാങ്ങിച്ച് അത് സൈൻ ചെയ്ത് ശാലിനി ഓർമ്മിച്ചു. ഉടനെ സജി പറഞ്ഞു, മേഡം ഞാൻ മനഃപൂർവ്വം ഒന്നും തന്നെ ചെയ്തതായിരുന്നില്ല. അന്ന് ഹരീഷ് ഇങ്ങനെയൊരു കമ്പനിയെ ഇതിനകത്ത് മനഃപൂർവ്വം ഉന്തി കയറ്റുകയായിരുന്നു. അതാണ് മേഡം സംഭവിച്ചത്.
അത് കേട്ടതും ശാലിനി ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും സജി? അത് ഈ ഹരീഷ് എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ഒരാളല്ലേ, നമ്മൾ ഉദ്യോഗസ്ഥരായിരുന്നില്ലേ ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചതും, അത് പിന്നെ മേഡം വന്ന് പറഞ്ഞ ഒരേ ഒരു വാക്കാണ്, കോർ കമ്മിറ്റിയിൽ സജിയെയും ഹരീഷിനെയും സരോജ മെമ്പറെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതും ജനങ്ങളാണ് ഈ പ്രോജക്ട് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതാണ് അന്ന് മേഡം പറഞ്ഞ ആ വാക്കാണ് ഹരീഷ് അത് ഏറ്റവും കൂടുതൽ മുഖവിലക്കെടുത്തത്. ആ ഒറ്റ വാക്കിന്റെ പിൻബലത്തിലാണ് ഇങ്ങനെ ഒരു ചതി ആ ഹരീഷ് നമ്മളോട് കാട്ടിയത് എന്ന് ശാലിനിയോട് സജി വെളിപ്പെടുത്തുന്നു. എല്ലാം കേട്ട ശേഷം ശാലിനി അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിച്ചു. ഉടനെ ഹരീഷിന്റെ ചതിയായിരുന്നു മേഡം ഇത് ഹരീഷ് മനഃപൂർവ്വം ചെയ്താണ്. എനിക്ക് അന്ന് ഞാൻ പറയുന്നുവെന്ന് മേഡം കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ചൈന കോളനിയിലെ കുട്ടികൾക്ക് ഈ അവസ്ഥ വരുമായിരുന്നില്ല. മേഡത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു കുറ്റാരോപിതയാകേണ്ടി വരുമായിരുന്നില്ല എന്നെല്ലാം പറഞ്ഞതും ശാലിനി ചോദിച്ചു, എന്നിട്ട് അന്ന് നിങ്ങൾ പണത്തിനെ സംബന്ധിച്ച് അന്ന് സംസാരമുണ്ടായത് പിന്നെ എങ്ങനെയാണ്? അന്ന് നിങ്ങൾ കൈക്കൂലി ചോദിച്ചെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, മേഡം അന്ന് നടന്ന സംഭവം അതെങ്ങനെയാണെന്ന് മേഡം അറിഞ്ഞിരുന്നില്ല. കൈക്കൂലി ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു മേഡം. അവര് ഹരീഷ് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഒരിക്കലും ഈ പേപ്പർ സൈൻ ചെയ്യില്ല എന്നും ഈ കമ്പനിയെ ഒരിക്കലും ഇതിൽ ഉൾപ്പെടുത്തില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഹരീഷ് അതിനുള്ള ചതിയാണ് എന്നോട് കാട്ടിയത്. മേഡത്തിന്റെ അരികിൽ വന്ന് ഞാൻ പണം ആവശ്യപ്പെട്ടു എന്ന് മേഡത്തോട് കളവ് പറയുകയും അങ്ങനെ മേഡത്തിന്റെ മനസ്സിൽ എനിക്കെതിരെ ഒരു മോശമായിട്ടുള്ള ചിത്രം ഉണ്ടാക്കിയെടുക്കുകയുമാണ് ഹരീഷ് ചെയ്തത്. മനഃപൂർവ്വം നമ്മളെ എല്ലാവരെയും ചതിക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു ഹരീഷ് നടത്തിയത് മേഡം എന്ന് ശാലിനിയോട് സജി വെളിപ്പെടുത്തുന്നു. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ശാലിനി ഒരുമിച്ച് ഓർത്തുകയായി അങ്ങനെ നിൽക്കുമ്പോ അനുപല്ലവി ചോദിച്ചു, മേഡം നമ്മൾ പെട്ടല്ലോ മേഡം എന്ന് ചോദിച്ചതും, നമ്മളല്ല അനു, ഞാനാണ് പെട്ടത്. ഇതിന് മുന്നിൽ ഹരീഷാണ് ഇങ്ങനെയെല്ലാം ചെയ്തെങ്കിലും ഇതിന്റെ പിന്നിൽ മറ്റൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് അനു, അതാണ് സത്യം. ചൈന കോളനിയിലെ കുട്ടികളെ അവിടെയുള്ള ആളുകളെയും എല്ലാം കുടിയൊഴിപ്പിക്കാനായിട്ട് ശ്രമം നടത്തി ബാലചന്ദ്രൻ ഉണ്ടല്ലോ, ആ ബാലചന്ദ്രനാണ് ഇതിനെ പിന്നിൽ കളിച്ചത്. ബാലചന്ദ്രന്റെ ഫലം കൈയാണ്. അവനെ പോലെ ഒരുത്തൻ അന്ന് ചൈന കോളനി ഒഴിപ്പിക്കാനായി ബാലചന്ദ്രന്റെ കൂടെ വന്നതും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഹരീഷ് ഇങ്ങനെ ഒരു ചതി നടത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആട്ടിൻതോലിട്ട ചെന്നായിയെ പോലെയായിരുന്നു ഹരീഷ് എന്നുള്ള കാര്യം ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഉടനെ തന്നെ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നേ തീരൂ. ബാലചന്ദ്രനാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി കഴിഞ്ഞു എന്ന് ശാലിനി അനുപല്ലവിയോട് പറയുമ്പോ കാര്യങ്ങളെല്ലാം കേട്ടു നിൽക്കുന്ന അനുപല്ലവി ആകെ ആശങ്കയോടെ ശാലിനിയെ നോക്കുന്നു.